മലയാള സിനിമയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു അംഗത്തിനാണ് 2025 നവംബർ സാക്ഷ്യം വെക്കാൻ ഒരുങ്ങുന്നത്. മലയാളിയുടെ സ്വന്തം ഇതിഹാസ താരങ്ങളായ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം ദുൽഖർ സൽമാനും പ്രണവ് മോഹൻലാലും ഒരേ സമയം ബോക്സ് ഓഫീസിൽ നേർക്കുനേർ വരുന്നു. ഹൊറർ റിലീസായ ഡി സീറോയാണ് പ്രണവ് മോഹൻലാലിൻ്റെയായി പുറത്തിറങ്ങുന്ന സിനിമ. പ്രമേയോധത്തിന് ശേഷം രാഹുൽ സദാശിവൻ ഒരുക്കുന്ന സിനിമ ഒക്ടോബർ 31-ന് തിയേറ്ററിലെത്തും. വമ്പൻ ഹൈപ്പിലെത്തുന്ന സിനിമയുടെ ട്രെയിലറും ടീസറുമെല്ലാം വലിയ ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റുന്നു. നവംബർ 6-നാണ് ബ്രഹ്മാണ്ഡ ചിത്രമായി ഋഷഭയോടെ മോഹൻലാൽ എത്തുന്നത്. നന്ദകിഷോർ ഒരുക്കുന്ന ഈ സിനിമ മലയാളം, തെലുങ്ക് ഉൾപ്പെടെ 5 ഭാഷകളിലാണ് സിനിമ ഒരുങ്ങുന്നത്. ട്രെയിലർ മുതൽ മികച്ച പ്രതികരണങ്ങൾ ലഭിച്ച ചിത്രത്തിനെക്കുറിച്ച് വലിയ പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത്. ഏകദേശം 200 കോടി ബജറ്റിലൊരുങ്ങുന്ന സിനിമയിൽ ഷാനായി കപൂർ, സാറ ഖാൻ, രാഗിനി ദ്വിവേദ്, ശ്രീകാന്ത് മൈക്ക തുടങ്ങിയ വമ്പൻ താരനിര തന്നുണ്ട്. നവംബർ 14-നാണ് കാന്തയുമായി ദുൽഖർ സൽമാൻ എത്തുന്നത്. ദുൽഖറിന്റെ തന്നെ പ്രൊഡക്ഷൻ കമ്പനിയായ വേഫെയറാണ് സിനിമ നിർമ്മിക്കുന്നത്. നവാഗതനായ സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം തമിഴ്നാട്ടിലെ ആദ്യകാല സൂപ്പർ സ്റ്റാറായ എ.കെ. ത്യാഗരാജൻ ഭാഗവതരുടെ ജീവിതകഥയാണ്. സിനിമയുടെ ടീസറിന് സമൂഹ മാധ്യമങ്ങളിൽ വൻ വരവേൽപ്പ് ലഭിച്ചിരുന്നു. നവംബർ 27-നാണ് സിനിമാ ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രം കളങ്കാവൽ തിയേറ്ററിലെത്തുന്നത്. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററിലെത്തുന്ന മമ്മൂട്ടി ചിത്രം എന്നതിലുപരി മമ്മൂട്ടി എന്ന നടന് ഇതുവരെ കാണാത്ത പ്രകടനമാകും കളങ്കാവിലെ എന്ന് ഓരോ അപ്ഡേറ്റിലുള്ള അടിയോരയിടുന്നുണ്ട്. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന സിനിമ ഇന്ത്യയെ ഞെട്ടിച്ച സൈനൈഡ് മോഹന്റെ ജീവിതകഥയെ അടിസ്ഥാനമാക്കിയെന്നാണ് റിപ്പോർട്ടുകളുണ്ട്. ചിത്രത്തിൽ വിനായകൻ നായക വേഷത്തിലും മമ്മൂട്ടി നെഗറ്റീവ് റോളിലാണ് എത്തുന്നത്. ഓരോ അപ്ഡേഷനിൽ നിന്നും ഒരു മിനിമം ഗ്യാരണ്ടി എല്ലാ സിനിമകളും ഉണ്ടെന്ന് തന്നെ പറയാം. ആരാകും ബോക്സ് ഓഫീസിൽ പഞ്ഞിയിടുക എന്ന് കാത്തിരുന്ന് തന്നെ കാണാം.